നമസ്കാരം. മധ്യപ്രദേശിലെ ബർഗി ഡാം റിസർവോയറിൽ വിനോദസഞ്ചാരികളുടെ ക്രൂസ് ബോട്ട് മുങ്ങിപ്പൊലിഞ്ഞ ദുരന്തത്തിൻ്റെ വീഡിയോ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ പ്രചരിക്കുന്നത്. അപകടം നടക്കുന്നതിന് തൊട്ട് മുൻപുള്ള ദൃശ്യങ്ങളാണ് ഇത്തരത്തിൽ പ്രചരിക്കുന്നത്. ഒരു നാടിനെയാകെ കണ്ണീരിലാഴ്ത്തിയ 4 വയസ്സുകാരൻ മകനെ മാറോടണച്ചു പിടിച്ച നിലയിൽ കണ്ടെത്തിയ ആ അമ്മയുടെ അവസാന നിമിഷങ്ങൾ കരളലിയിക്കുന്ന കാഴ്ചയാണ്. അപകടം നടന്ന ബോട്ടിൽ ഇടതുവശത്തായി മകനെ ചേർത്ത് പിടിച്ച് ശാന്തയായിരിക്കുന്ന യുവതിയെ വീഡിയോയിൽ കാണാം. എന്നാൽ നിമിഷങ്ങൾക്കകം ബോട്ടിനുള്ളിലേക്ക് വെള്ളം ഇരച്ചു കയറുന്നതും യാത്രക്കാർ പരിഭ്രാന്തരായി നിലവിളിക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. കഴിഞ്ഞ ദിവസം ലൈഫ് ജാക്കറ്റിനുള്ളിൽ മകനെ കെട്ടിപ്പിടിച്ച നിലയിലാണ് ഈ യുവതിയുടെയും കുഞ്ഞിൻ്റെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. അവസാന ശ്വാസത്തിലും മകനെ രക്ഷിക്കാൻ ശ്രമിച്ച ആ അമ്മ മനസ്സ് നാടിൻ്റെ നൊമ്പരമായി മാറുകയാണ്. ബോട്ടിൽ കടുത്ത സുരക്ഷാ വീഴ്ചയാണ് നടന്നതെന്ന് തെളിയിക്കുന്നതാണ് പുറത്തുവന്ന ദൃശ്യങ്ങൾ. ജലയാനങ്ങളിൽ കയറുന്നതിന് മുൻപ് യാത്രക്കാർക്ക് ലൈഫ് ജാക്കറ്റ് നൽകണമെന്നതാണ് നിയമം. എന്നാൽ ഇവിടെ ബോട്ട് മുങ്ങിത്തുടങ്ങിയപ്പോൾ മാത്രമാണ് പരിഭ്രാന്തരായ ജീവനക്കാർ ലൈഫ് ജാക്കറ്റുകളുടെ വലിയ കെട്ടഴിക്കുന്നത്. പല യാത്രക്കാരും ജാക്കറ്റ് ധരിച്ചിരുന്നില്ല എന്നും വീഡിയോയിൽ കാണാം. ഈ അനാസ്ഥ തന്നെയാണ് 9 പേരുടെ ജീവനെടുത്തത്. സംവിധാനങ്ങളുടെ ഗുരുതരമായ വീഴ്ചയാണ് ഈ ദൃശ്യങ്ങൾ വെളിപ്പെടുത്തുന്നത്. ബോട്ട് മുങ്ങിത്തുടങ്ങിയതിനു ശേഷം മാത്രമാണ് ക്രൂയിസ് ജീവനക്കാർ കെട്ടിവെച്ചിരുന്ന ലൈഫ് ജാക്കറ്റുകൾ അഴിക്കാൻ ശ്രമിക്കുന്നത്. ലൈഫ് ജാക്കറ്റുകൾ ഇല്ലാതെ പരിഭ്രാന്തരായ യാത്രക്കാർ അവ സൂക്ഷിച്ചിരുന്ന ലോക്കറുകളിൽ നിന്ന് എങ്ങനെയെങ്കിലും ജാക്കറ്റുകൾ പുറത്തെടുക്കാൻ പരക്കം പായുന്നതും വീഡിയോയിലുണ്ട്. വീഡിയോ ദൃശ്യങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നത് ഇവിടെ ഗുരുതരമായ നിയമലംഘനം നടന്നു എന്ന് തന്നെയാണ്. അപകടത്തിൽപ്പെട്ട ബോട്ടിൽ 40-ലേറെ വിനോദസഞ്ചാരികൾ ഉണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. എന്നാൽ വെറും 29 പേർക്ക് മാത്രമാണ് ടിക്കറ്റ് നൽകിയിരുന്നത്. അതായത് നിരവധി പേരെ നിയമവിരുദ്ധമായി ബോട്ടിൽ കയറ്റി. മേഖലയിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നിട്ടും അമിതമായ ആളുകളെ കയറ്റിയ ബോട്ടിന് ഡാമിൽ പ്രവേശിക്കാൻ അനുമതി നൽകിയത് ആരുടെ സ്വാധീനത്തിലാണെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ഇതുവരെ 9 മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത്. 3 കുട്ടികളടക്കം 4 പേർക്കായി തിരച്ചിൽ തുടരുകയാണ്. ലാഭക്കൊതി മൂത്ത് സുരക്ഷാ നിയമങ്ങൾ കാറ്റിൽ പറത്തിയ ബോട്ട് അധികൃതരുടെ ക്രൂരതയ്ക്കിരയായത് പിഞ്ചു കുഞ്ഞുങ്ങളടക്കമുള്ള പാവം വിനോദസഞ്ചാരികളാണ്. മണിക്കൂറിൽ ഏകദേശം 50 കിലോമീറ്റർ വേഗതയിൽ കാറ്റും മോശം കാലാവസ്ഥയും ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നിട്ടും പരിധിയിൽ കൂടുതൽ ആളുകളെ കയറ്റിയ ഈ ബോട്ട് യാത്രയ്ക്ക് ശ്രമിക്കുകയായിരുന്നു. ശക്തമായ മഴ തുടർന്നതിനാൽ വെള്ളിയാഴ്ച വൈകുന്നേരം തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു. തുടർന്ന് ഇന്ന് പുലർച്ചെയാണ് വീണ്ടും തിരച്ചിൽ പുനരാരംഭിച്ചത്. സംഭവ ദിവസം വൈകുന്നേരം 6:15 അപായ സന്ദേശം ലഭിച്ചെങ്കിലും ആദ്യ രക്ഷാപ്രവർത്തന സംഘം പുറപ്പെട്ടത് 6:40 മാത്രമാണെന്നാണ് വിവരം. ഇവർ പുറപ്പെടാൻ ശ്രമിച്ച വാഹനം സ്റ്റാർട്ടായില്ല എന്നും പറയപ്പെടുന്നു. തുടർന്ന് ഉപകരണങ്ങൾ മറ്റൊരു വാഹനത്തിലേക്ക് മാറ്റി മറ്റൊരു വാഹനത്തിലാണ് ഇവർ പുറപ്പെട്ടത്. രണ്ടാമത്തെ രക്ഷാസംഘം രാത്രി 7 മണിയോടെയാണ് ഒടുവിൽ പുറപ്പെട്ടത്. ഈ കാലതാമസവും ഇത്രയധികം ജീവനുകൾ നഷ്ടപ്പെടാൻ കാരണമായിട്ടുണ്ട്. അപകടത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ പ്രാദേശിക മത്സ്യത്തൊഴിലാളികളും നാട്ടുകാരുമൊക്കെ കൂടിയാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. അവർ 15-ലധികം പേരെ രക്ഷപ്പെടുത്തി. പിന്നീട് മാത്രമാണ് നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് ഉൾപ്പെടെയുള്ള പ്രത്യേക സംഘങ്ങൾ പ്രവർത്തനം ഏറ്റെടുത്തത്. ഈ അപകടത്തെ തുടർന്ന് താൽക്കാലികമായി മോട്ടോർ ബോട്ട് സേവനങ്ങളും വാട്ടർ സ്പോർട്സും താൽക്കാലികമായി നിർത്തലാക്കാൻ മുഖ്യമന്ത്രി ഡോക്ടർ മോഹൻ യാദവ് ഉത്തരവിട്ടു. സംസ്ഥാനത്തുടനീളം സുരക്ഷാ പരിശോധന നടത്തുന്നത് ഇപ്പോൾ നിർബന്ധമാക്കിയിട്ടുണ്ട്. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുന്നതിനായി ഹോം ഗാർഡ്സ് ആൻഡ് സിവിൽ ഡിഫൻസ് ഡയറക്ടർ ജനറൽ, സർക്കാർ സെക്രട്ടറി, ജബൽപൂർ ഡിവിഷൻ കമ്മീഷണർ എന്നിവരടങ്ങുന്ന ഒരു ഉന്നതതല അന്വേഷണ സമിതിക്ക് സംസ്ഥാന സർക്കാർ രൂപം നൽകിയിട്ടുണ്ട്.